രാഹുൽ ഗാന്ധിക്ക് തിളക്കമാർന്ന വിജയം നൽകിയ ജനാധിപത്യ വിശ്വാസികളോടും നാട്ടുകാരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് UDF പ്രവർത്തകർ നിലമ്പൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. നിലമ്പൂർ TB പരിസരത്ത് നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം നിലമ്പൂർ ടൗൺ ചുറ്റി നിലമ്പൂർ സെന്ററിൽ അവസാനിച്ചു. നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ 56,363 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത്. ഫാസിസത്തെ തള്ളിപ്പറഞ്ഞ ജനാധിപത്യത്തെ നെഞ്ചിലേറ്റി ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ മുന്നണിക്കുണ്ടായ ആവേശകരമായ മുന്നേറ്റത്തിൽ രാജ്യത്തെ ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടുകൂടിയാണ് UDF പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തിയത്. യുവാക്കൾ മുഖത്തും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ചായം തേച്ചു. യാത്രക്കാർക്കും കടകളിലും ഓട്ടോറിക്ഷ യാത്രക്കാർക്കുമൊക്കെ മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ വിജയം ആഘോഷിച്ചു. തുടർന്ന് നടന്ന യോഗം KPCCയുടെ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യം തകർന്നടിയും. ഇതാ 300 ചില്ലാനം സീറ്റ് നേടി, വലിയ ഭൂരിപക്ഷത്തോടുകൂടി 350ഉം 400ഉം സീറ്റ് നേടി BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്ന് BJPയുടെ പണം പറ്റിയ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ എക്സിറ്റ് പോളുകളും പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെ അന്ന് തന്നെ നമ്മുടെ നേതാക്കന്മാർ ഉറക്കെ പറഞ്ഞു. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇത് എക്സിറ്റ് പോൾ ഫലമല്ല, ഇത് BJPയുടെ ഫലപ്രഖ്യാപനമാണ് എന്ന് പ്രഖ്യാപിച്ചു. ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. നിങ്ങൾ ഇന്ന് കാണുന്നത് UPA ഇന്ത്യ സഖ്യവും BJP നയിക്കുന്ന NDA സഖ്യവും തമ്മിൽ തുച്ഛമായ MP-മാരുടെ വ്യത്യാസം മാത്രമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. ഇന്ത്യ രാജ്യത്തിന്റെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ അവർ തൂത്തുവാരിയ കഴിഞ്ഞ വർഷം ആകെയുള്ള 80 സീറ്റുകളിൽ 71 സീറ്റും നേടിയ BJPക്ക് ആകെ ലഭിച്ചത് 31 സീറ്റ് മാത്രമാണ് ഉത്തർപ്രദേശിൽ. മാത്രമല്ല, നിങ്ങൾക്കറിയാം കേരളത്തിലെ വിധിയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞതെന്താ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പറഞ്ഞതെന്താ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞതെന്താ നമുക്കറിയാം. അവർക്ക് 10 സീറ്റെങ്കിലും കിട്ടുമെന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്രമാത്രം തകർന്നടിയുന്ന ഒരു കാലഘട്ടം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലത്തെ ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. UDF നിലമ്പൂർ മുനിസിപ്പൽ ചെയർമാൻ അബ്ദുട്ടി പൂളയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ UDF മുനിസിപ്പൽ കൺവീനർ അഡ്വക്കേറ്റ് ഷെറി ജോർജ് സ്വാഗതം പറഞ്ഞു. UDF നേതാക്കന്മാരായ പാലോളി മെഹബൂബ്, A ഗോപിനാഥ്, കൂമഞ്ചേരി നാണിക്കുട്ടി, ഷിഹാബ് മണി, സൈഫു EMS, ഷിബുൽ റഹ്മാൻ, MK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകടനത്തിന് UDF നേതാക്കന്മാരായ ഷഫീഖ് മണലോടി, റനീഷ് കാവാട്, മുസ്തഫ കളത്തുംപടിക്കൽ, ഗിരീഷ് കോവിലകത്തുമുറി, ഷിബു പുത്തൻവീട്ടിൽ, അജ്മൽ ബിച്ചുപ്പ എന്നിവർ നേതൃത്വം നൽകി. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.